ഹായ് ഹലോ സിജിയാണ് കേട്ടോ. പൊലിസിംഗ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ മനോഹരമായി നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന, കണ്ടാൽ പ്ലാസ്റ്റിക്കിൻ്റെ പോലെ തോന്നുന്ന ഒരു പ്ലാന്റിനെ കുറിച്ചാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ CC പ്ലാന്റ് ആണ്. CC പ്ലാന്റ് തന്നെ പലതരത്തിലുണ്ട്. വെരിഗേറ്റഡ് ഉണ്ട്, ഡോർഫ് ഉണ്ട്, പിന്നെ ഗ്രീൻ ഉണ്ട്, അതേപോലെ ബ്ലാക്ക് ഉണ്ട്. അങ്ങനെ ഒത്തിരി വെറൈറ്റികളിൽ തന്നെ CC പ്ലാന്റ് ഇന്ന് അവൈലബിൾ ആണ്. ശരിക്കും അതിന് CC പ്ലാന്റ് എന്ന് പറയുന്നെങ്കിലും അത് നമ്മൾ എഴുതുന്നത് ZZ പ്ലാന്റ് എന്നാണ്. സാബിയോകുളുക്കസ് സാമിഫോളിയ എന്നാണ് ഈ ഒരു പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം. അതിന്റെ ആ ഫസ്റ്റിലത്തെ ZZ ചേർത്തിട്ടാണ് അതിനെ നമ്മൾ CC പ്ലാന്റ് അഥവാ ZZ പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. CC പ്ലാന്റ് എന്നതുപോലെ തന്നെ ഈ പ്ലാന്റിനുള്ള മറ്റു വിളിപ്പേരുകളാണ് സൂസു പ്ലാന്റ്, എമറാൾഡ് പാം, അരോയിഡ് പാം, എറ്റേണിറ്റി പ്ലാന്റ് എന്നൊക്കെ ഇതിന്റെ മറ്റു ചില വിളിപ്പേരുകളാണ്. അപ്പോൾ ഈ ഒരു CC പ്ലാന്റ് വളർത്തുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് അതിന്റെ ലീഫ് മഞ്ഞ കളറിലാകുക എന്നുള്ളത്. അതായത് യെല്ലോ കളറിലോട്ട് ടേൺ ചെയ്യുക. ഒന്നുകിൽ അതിന്റെ ലീഫായിരിക്കും യെല്ലോ കളറിലോട്ട് മാറുന്നത്, അല്ലെങ്കിൽ അതിന്റെ തണ്ടായിരിക്കും, അല്ലെങ്കിൽ ലീഫിന്റെ സൈഡ് ഭാഗമായിരിക്കും, അല്ലെങ്കിൽ ലീഫ് മൊത്തത്തിലായിരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഈ ഒരു പ്ലാന്റിന് ഉണ്ടാകുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോയിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇഷ്ടമായാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ വിലയേറിയ കമന്റ് കൂടി രേഖപ്പെടുത്താനും മറക്കണ്ട. എൻ്റെ കയ്യിൽ ഒത്തിരി ഇതുപോലത്തെ CC പ്ലാന്റ് ഗ്രീൻ പ്ലാന്റ് ആണുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കംപ്ലീറ്റ് കെയറിനെ കുറിച്ചും ബോഡി മിക്സിനെ കുറിച്ചും ഒക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണം കേട്ടോ. ഒരു കുഞ്ഞ് പ്ലാന്റ് ഞാൻ വാങ്ങിയതായിരുന്നു അന്ന്, അതായത് 4 വർഷത്തിന് മുന്നേ ഒരു 150-200 രൂപ കൊടുത്ത് ഒരു പ്ലാന്റ് വാങ്ങിയതാണ്. ഇന്നിപ്പോൾ ഒത്തിരി പ്ലാന്റ് കയ്യിലുണ്ട്. ഇതിൻ്റെ തന്നെ ഒത്തിരി പ്ലാന്റ് കയ്യിലുണ്ട്. കൂടാതെ ഒത്തിരി പ്ലാന്റ് നമ്മൾ സെയിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു 4 വർഷത്തോളം 4-4.5 വർഷത്തോളം പഴക്കമുള്ള ഒരു CC പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സൈസ് ഒത്ത ഒരു CC പ്ലാന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലീഫ് മാത്രമല്ല, ഓരോ സ്റ്റെമ്മിലെയും ഇതുപോലെ ലീഫിൻ്റെ സൈഡെല്ലാം മഞ്ഞിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ ഒരു പ്ലാന്റിനെ ശ്രദ്ധിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ പോട്ടിൻ്റെ ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇതിലിനി സ്ഥലമില്ല നിറയാൻ, അത്രമാത്രം ഇതിൽ സ്റ്റെമ്മെല്ലാം വന്ന് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ന്യൂട്രീഷനും എല്ലാം ഇതിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ വേര് ചീയൽ കൊണ്ടോ എന്തെങ്കിലും കൊണ്ടായിരിക്കാം ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫെല്ലാം മഞ്ഞിക്കുന്നത്. ഇതിൻ്റെ ലീഫ് മഞ്ഞിക്കാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് 5 കാരണങ്ങളാണെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഓവർ വാട്ടറിങ് കൊണ്ടാകാം. അപ്പോൾ എനിക്കൊരു ശീലമുണ്ട്, ഈ പ്ലാന്റിൽ എന്നും വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അങ്ങനെ ഞാൻ എല്ലാ പ്ലാന്റിലും വെള്ളം ഒഴിക്കും. അപ്പോൾ അക്കൂട്ടത്തിൽ നമ്മുടെ ഈ ഒരു CC പ്ലാന്റിൽ മിക്കവാറും ഡെയിലിയും വെള്ളം ഒഴിക്കാറുണ്ട്. അതായിരിക്കാം ഒരു റീസൺ. പിന്നെ ഇതിൻ്റെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടും ആവാം. അതായത് ആ പോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞു കഴിയുമ്പോൾ ഈ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ ഒന്നും തന്നെ ആ മണ്ണിൽ നിന്ന് ലഭിക്കത്തില്ല. അതുകൊണ്ടും ആവാം ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകളൊക്കെ ഇതുപോലെ മഞ്ഞിച്ച് വരുന്നത്. പിന്നെ നമ്മൾ ഓവറായിട്ട് സൺലൈറ്റ് ലഭിക്കുന്നത് കൊണ്ടാവും. ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് കൊണ്ടുവച്ചിരിക്കുകയാണെങ്കിലും ഈ പ്ലാന്റിൻ്റെ ലീഫുകളൊക്കെ കരിഞ്ഞു തുടങ്ങും. പക്ഷേ അത് ഇങ്ങനെയല്ല വരുന്നത്, കരിയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ മഞ്ഞിച്ച് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകൾ ഇരിക്കുന്നത്. പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതിൽ റൂട്ടുകൾ നശിച്ചു പോകുന്നതുകൊണ്ട്, റൂട്ടുകൾ അഴുകി പോകുന്നുണ്ട്. നമുക്ക് ഇതുപോലെ ചെടിയുടെ ലീഫുകളൊക്കെ മഞ്ഞിച്ച് വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടും ആവാം. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇതിനെ ഫുള്ളായിട്ട് ഈ പോട്ടിൽ നിന്ന് ഇളക്കിയെടുത്തിട്ട് ഇതിൻ്റെ പോട്ടിംഗ് മിക്സൊക്കെ മാറ്റി ഇതിനെ നന്നായിട്ടൊന്ന് അഴുകിയ റൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മളൊന്ന് മാറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ ഈ പ്ലാന്റ് ഇതിലിരുന്ന് ഫുള്ളായിട്ട് അഴുകിപ്പോകും. ബാക്കിയിരിക്കുന്ന പോട്ടുകളിൽ ലീഫുകളൊന്നും തന്നെ മഞ്ഞിച്ചിട്ടില്ല. അതിന് കാരണം അതിലൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, അതിലൊക്കെ തന്നെ സ്പേസ് ഉണ്ട്. അപ്പോൾ അതിന് വളരാനുള്ള ന്യൂട്രീഷൻസ് എല്ലാം ആ മണ്ണിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ ഒരു പോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തന്നെ ഞാൻ 2-3 പോട്ട് മാറ്റി എടുത്തതാണ്. നമ്മൾ ഇതിൻ്റെ ഇതുപോലെ തിക്കായി വരുന്ന, നിറഞ്ഞ് ഇതുപോലെ ഫില്ലായി വരുന്ന സമയത്ത് നമ്മളിതിൻ്റെ നെക്സ്റ്റ് പോട്ട് സൈസിലോട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മളൊരു 7 ഇഞ്ച് പോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് നിർത്തിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് 10 ഇഞ്ചിലോട്ടും 10 കഴിഞ്ഞ് 12, 16 അങ്ങനെ വലിയ പോട്ടിലോട്ട് മാറ്റി കൊടുത്താൽ ഇത് അത്യാവശ്യം വലിയ സൈസിൽ ഈ ഒരു പ്ലാന്റ് വളർന്നു വരും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നത് 10 ഇഞ്ചിൻ്റെ പോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ 12 ഇഞ്ചിലോട്ട് മാറ്റിയാലും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലാന്റ് നിറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 16 ഇഞ്ചിൻ്റെ പോട്ടിലോട്ടാണ് ഈ ഒരു പ്ലാന്റ് മാറ്റാമെന്ന് വിചാരിക്കുന്നത്. അതിന് മുന്നേ നമുക്കിതിനെ ഈ പോട്ടിൽ നിന്നൊന്ന് ഇളക്കി നോക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ ഓരോ പെറ്റിയോളും തന്നെ നമ്മൾ നോക്കിയാൽ അത്യാവശ്യം നല്ല, എൻ്റെ ഒരു കൈ വെച്ച് നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റുന്ന അത്രത്തോളം
സൈസിലുണ്ട് ഇതിൻ്റെ ഓരോ പെറ്റിയോളും തന്നെ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഇതിലോട്ട് തട്ടിയിട്ട് നോക്കാം, ഇതിൻ്റെ റൂട്ടൊക്കെ ചീഞ്ഞോ എന്നൊക്കെ നോക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് പുതിയ പോട്ട് മിക്സൊക്കെ റെഡിയാക്കി ഇച്ചിരി കൂടെ വലിയൊരു പോട്ടിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മൊന്നും ഒരിയാതെ പതുക്കെ ഇതിലോട്ടൊന്ന് തട്ടി വെച്ച് കൊടുക്കാം. അത്യാവശ്യം ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഫുള്ളായിട്ട് നിറയെ വേരെല്ലാം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇനി വേര് അധികം വളരാൻ സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ടാവാം അതിൻ്റെ ആ ഒരു ലീഫൊക്കെ മഞ്ഞിച്ച് വന്നത്. അപ്പോൾ ഇതിനെ നമുക്കിതിൽ കുറേ മണ്ണൊക്കെ മാറ്റി ഇതിൻ്റെ ആവശ്യമില്ലാത്ത കുറേ വേരൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ മാറ്റി എടുത്തു നോക്കാം. നമ്മളിതുപോലെ മണ്ണെല്ലാം മാറ്റിയെടുക്കാം. മാറ്റിയെടുത്തിട്ട് ഇതിനെ നമുക്കൊരു നന്നായിട്ട് കഴുകി ഇതിനെ നമുക്കൊരു ഫംഗി സൈഡിൽ കുറച്ച് നേരം ഒന്ന് മുക്കിയിട്ട് നമുക്ക് പുതിയൊരു പോട്ടി മിക്സിലോട്ട് നട്ടു കൊടുക്കാം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ റൂട്ട് ഭാഗമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം. വാഷ് ചെയ്തിട്ട് കുറച്ച് സാഫ് വെള്ളത്തിനും കൂടെ ഒന്ന് മുക്കി വെച്ചിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. കുറച്ച് സാഫ് വെള്ളത്തിൽ കലക്കാം. എന്നിട്ട് അതിലോട്ട് ഈ പ്ലാന്റിനെ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് നമുക്കെടുത്ത് നട്ടു കൊടുക്കാം. 10 മിനിറ്റ് അതിലൊന്ന് മുക്കി വെച്ചേക്കണം. കംപ്ലീറ്റ് റൂട്ടും മുങ്ങത്തക്ക രീതിയിൽ നമ്മളിതിനെ ഒരു 10 മിനിറ്റ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് എടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ഇട്ട് വയ്ക്കുന്നുണ്ട് പ്ലാന്റിന് പ്രത്യേകിച്ച് കിടന്നും വരത്തില്ല. എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ 10 മിനിറ്റോളം കഴിഞ്ഞ് അപ്പോൾ ഇതിനെ നമുക്കിനി ഈ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നട്ടു കൊടുക്കാം. നല്ലൊരു പോട്ടി മിക്സൊക്കെ റെഡിയാക്കി നമുക്ക് നട്ടു കൊടുക്കാം. നമ്മൾ CC പ്ലാന്റ് നടാനായിട്ട് പോട്ട് എടുക്കുമ്പോൾ പോട്ടിൽ നന്നായിട്ട് ഡ്രെയിനേജ് ഉള്ള പോട്ട് വേണം നമ്മൾ എടുക്കാൻ. ഇനി നമ്മൾ വാങ്ങുന്ന പോട്ടിൽ അതേപോലെ ഹോൾസ് ഒക്കെ കുറവാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഹോൾസ് കൂടി ഇട്ട് കൊടുക്കണം. കാരണം നന്നായിട്ട് ഇതിന് വെള്ളം വാർന്നു പോയെങ്കിൽ മാത്രമേ ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ. വെള്ളം കെട്ടി നിന്നാൽ ഈ പ്ലാന്റ് മൊത്തത്തിൽ അതിൻ്റെ റൈസോം ഉൾപ്പെടെ ചീഞ്ഞ് നശിച്ചു പോകും. അപ്പോൾ ഞാൻ വാങ്ങിയത് ഇതുപോലത്തെ ഒരു 16 ഇഞ്ചിൻ്റെ പോട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഹോൾസ് ആകെ 3 ഹോൾസേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എത്രത്തോളം ഹോൾസ് അതിൽ ഇട്ട് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഹോൾസ് നമ്മൾ ഇട്ട് കൊടുക്കണം. കാരണം നല്ല ഒരു വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റം ഉള്ള പോട്ടിൽ ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയുള്ളൂ. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഇതുപോലെ ഒത്തിരി ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മളിതിലോട്ട് പ്ലാന്റ് നട്ടു കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ലൊരു ലൂസായിട്ടുള്ള പോട്ടിംഗ് മിക്സ് വേണം നമ്മൾ ഈ CC പ്ലാന്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന മണ്ണും ചകിരിച്ചോറും ചാണകവും മണലുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മണ്ണിൻ്റെ ഹാഫ് പോർഷൻ വെച്ച് ഈക്വൽ അളവിൽ ചകിരിച്ചോറും മണലും ചാണകപ്പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കതിലോട്ട് നട്ടെടുക്കാം. കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് എല്ലുപൊടിയും അതേപോലെ കുറച്ച് ഓരോ പിടി എല്ലുപൊടിയും ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊരു എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലുപൊടി ഇടുമ്പോൾ പ്രധാനമായിട്ട് ഉറുമ്പും അതേപോലെ എലി ശല്യം അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലോട്ട് നമുക്ക് ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും ഒരു പിടി എല്ലുപൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാ മണ്ണാണ്, ഇത് മണ്ണിലുള്ള ചപ്പും ചവറും ഒക്കെ ഒന്ന് നീക്കി എടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് മണലിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചകിരിച്ചോറും ചാണകവും അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പിടി എല്ലുപൊടി ഇട്ട് കൊടുക്കാം. ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചകിരിച്ചോറ് ഇതിൽ ചേർക്കുമ്പോൾ ചിലർ പറയും ഇതിൽ ചകിരിച്ചോറ് ചേർക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ചകിരിച്ചോറ് ഈർപ്പം നിലനിർത്തുന്നതോടൊപ്പം തന്നെ മണ്ണ് നല്ല ലൂസാവാനും കൂടെ സഹായിക്കും. ഇനി ചകിരിച്ചോറ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കിയിട്ട് പകരം പേർലൈറ്റോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും ചിപ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലിട്ട് അങ്ങനെയും നമുക്ക് ഒരു പോട്ടി മിക്സ് നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മണ്ണിൻ്റെ ആ ഒരു ലൂസായിട്ടുള്ള ഒരു ഇത് കിട്ടുന്നതിനും നന്നായിട്ട് റൂട്ടൊക്കെ ഓടുന്നതിനും വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ചകിരിച്ചോറ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഡ്രെയിനേജ് ഹോൾസ് ഒന്നും അടഞ്ഞു പോകാതിരിക്കാനായിട്ട് അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് ചുടുകട്ടയുടെ പീസോ ഓടിൻ്റെ പീസോ കല്ലിൻ്റെ പീസോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അടിയിലായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് മണ്ണ് നമുക്ക് കുറച്ച് ഇതിലോട്ട് നിറയ്ക്കാം. ഒരു പകുതിയോളം മണ്ണ് നിറച്ചിട്ട് നമ്മുടെ പ്ലാന്റ് വെച്ച് കൊടുക്കും. അതിലോട്ട് നമുക്ക് പകുതി മണ്ണ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പ്ലാന്റിനെ ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി വെച്ചിട്ട് നമ്മൾ ബാക്കിയും കൂടെ മണ്ണിട്ട് കൊടുത്താൽ മതി. ഇനി ബാക്കി വരുന്ന മണ്ണും കൂടെ നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലാന്റിൽ ഫുള്ളായിട്ട് മണ്ണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് വെക്കുന്നിടത്ത് കൊണ്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ലീഫുകൾ നമുക്ക് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടാലും പുതിയ തൈകളുണ്ടാകും. വെറുതെ മണ്ണിൽ കുത്തി വെച്ചിരുന്നാലും അത് കുറേ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ബൾബ് പോലെ വരും. അതിനെയാണ് റൈസോംസ് എന്ന് വിളിക്കുന്നത്. അതിൽ നിന്ന് പുതിയ ഒരു പ്ലാന്റ് ഉണ്ടായി വരികയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ പെറ്റിയോൾസിനെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരുന്നാലും റൂട്ട് വരും. അതല്ല നമുക്ക് മണ്ണിൽ കുത്തി വെച്ചാലും ഇതിൽ നിന്ന് റൂട്ട് വരും. അപ്പോൾ ഈ തൈ ഉണ്ടാക്കാൻ അത്രത്തോളം സിമ്പിളാണ് ഈ ഒരു പ്ലാന്റിൻ്റെ. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഇത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ തന്നെ ഇരുന്നോളും. അപ്പോൾ കുറേ നാളത്തേക്ക് ഇനി നമുക്ക് പോട്ട് മാറ്റേണ്ട ആവശ്യമില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ വീടുകളിലേക്കുള്ള CC പ്ലാന്റിൻ്റെ ലീഫ് മങ്ങിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെയായിരുന്നു. ഓവർ വാട്ടറിങ് മൂലമുണ്ടാകും, അല്ലെങ്കിൽ ഓവറായിട്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ ആ ഒരു പ്ലാന്റ് ഇരിക്കുന്നത് കൊണ്ടാകാം, ഇല്ലെങ്കിൽ അതിൻ്റെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടാകാം. അതായത് ആ പോട്ടിൽ ഫുള്ളായിട്ട് അതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം തന്നെ പ്ലാന്റ് വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പുതിയ ന്യൂട്രിയൻസ് ഒന്നുമില്ലാതെ ഫുള്ളായിട്ട് തിങ്ങി നിറഞ്ഞൊക്കെ വരികയാണെങ്കിൽ അങ്ങനെയും അതുണ്ടാകാം. ഇല്ലെങ്കിൽ അതേപോലെ വേര് ചെയ്യൽ മൂലവും ഒക്കെ ഈ ഒരു പ്ലാന്റ് ഇതുപോലെ ലീഫെല്ലാം മഞ്ഞ് വരുന്ന ഒരു പ്രശ്നമുണ്ടാകും. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്ന ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി അഥവാ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു സപ്പോർട്ട് തരാൻ മറക്കണ്ട. അപ്പോൾ ഇതിന് മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.